എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ് വളരെ സന്തോഷം. എല്ലാവരും ചെയ്തു കാണും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാക്കുമായിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നല്ല മഴക്കാലവും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്കിൻ കെയറിന് ഏറ്റവും നല്ല സമയമാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ഫേസ് വെയിൽ തട്ടുന്നില്ല. അപ്പം നമ്മൾ കൂടുതൽ സമയം വീട്ടിലിരിക്കും. നല്ല മഴയല്ലേ, അപ്പൊ നമുക്ക് പുറത്തു പോകാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പാക്കൊക്കെ ഫേസിൽ ഇട്ടാൽ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇന്നും ഒരു പാക്കുമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇത് സ്കിൻ ടൈറ്റനിങ് ആണ്. നന്നായിട്ട് എല്ലാ സ്കിന്നുകാർക്കും പറ്റും, എല്ലാവർക്കും ഒരേപോലെ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓയിലും ഒക്കെ ആഡ് ആവുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. വളരെ നല്ലൊരു വില കൂടിയ ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം. ഞാൻ ഈ പാക്കും ഫേഷ്യലും ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്തിട്ട് വേണം അതിന്റെ റിസൾട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇടണം. അപ്പോൾ ഒരു സൂപ്പർ ആയിട്ട് ഒരു സ്കിൻ ടൈറ്റ് ആകാനും സ്കിന്നിന് ഗ്ലോ കിട്ടാനും നമുക്ക് ഒരു ഏജ് ഒരു 10-50 വയസ്സൊക്കെ കഴിഞ്ഞാൽ, 50 അല്ല 35-40 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇപ്പൊ സ്കിന്നിന് പ്രശ്നങ്ങളാണ്. ഒരുപാട് കോസ്മെറ്റിക്സുകൾ നമ്മൾ കെമിക്കൽ അടങ്ങിയതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ സ്കിന്നിലും പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രായമായി പോവുകയാണ്. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് അതിനെല്ലാം ഒന്ന് കവർ ചെയ്ത് നിർത്തണമല്ലോ. അതിന് ഏറ്റവും നല്ല ഒരു പാക്കാണിത്. നമ്മുടെ ഈ സ്കിന്നിന് തൂങ്ങലും ചുളിവ് റിങ്കിൾസ് വരുന്നതും ആ സ്കിന്നിലുണ്ടാകുന്ന വരകൾ മാറ്റാനൊക്കെ വളരെ നല്ല എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലിട്ട് ഞാൻ ഏത്തപ്പഴത്തിന്റെ ഇട്ടതും വരകളൊക്കെ മാറാൻ നല്ലതാണ്. നിങ്ങൾ അതും ചെയ്യണം. നിങ്ങൾ തന്നെ എനിക്ക് എല്ലാം കൂടെ എങ്ങനെയാ ചെയ്യുന്നത്, ഓരോന്നും നിങ്ങൾ മാറി ചെയ്യണം. എല്ലാം സ്കിന്നിന് ഗുണമുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാം എളുപ്പം നമുക്ക് വീട്ടിലുള്ളത് വെച്ച് തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇതും അങ്ങനെയുള്ള ഒരെണ്ണമാണ്. ഇതും നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ മാറി ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം എന്തായാലും നിങ്ങൾക്ക് ചെയ്യാം. ഇതിനകത്ത് സൈഡ് എഫക്റ്റ് ഉള്ള ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് തന്നെ പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പോകുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല്, അതിനാവശ്യമുള്ള സാധനം അലോവേര ജെല്ല്. പിന്നെ നമുക്ക് നല്ല കോക്കനട്ട് ഓയിൽ, നല്ല ഓയിൽ തന്നെ എടുക്കുക. കോക്കനട്ട് ഓയിൽ, റൈസ് പൊടിയാണ്, പിന്നെ മിൽക്ക്. ഇത്രയാണ് ഇതിനാവശ്യമുള്ളത്. ഇതെല്ലാം നമ്മുടെ കിച്ചണിലുള്ളതാണ്. പിന്നെ ഇപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ പാക്കൊക്കെ ഇടുന്നുണ്ട്. ഒരു അലോവേര നമ്മുടെ കയ്യിൽ കാണും. മിക്കവാറും തന്നെ എല്ലാ വീടുകളിലും കാണും. പെൺകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ എന്തായാലും കാണും. അപ്പൊ അതിൽ നിന്ന് ഇച്ചിരി എടുക്കുക. അപ്പൊ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ എന്തുവാണെന്ന് ചോദിക്കും. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് അലോവേര ജെല്ല്. ഇത് ഇതിനകത്തോട്ട് സ്പൂൺ കയറുന്നില്ല, ചെറിയൊരു, എൻ്റെ കയ്യിൽ നിന്ന് അലോവേര തീർന്നതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ അതുപോലെ തന്നെ അലോവേര ജെല്ല് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ, ഇവിടെ ഉണ്ട്, പക്ഷെ ഇപ്പൊ മഴയായിട്ട് പുറത്തൊന്നും പോയി ഞാൻ എടുത്തില്ല. നല്ലതാണ്, നമ്മുടെ സ്വന്തമായിട്ട് വീട്ടിലുള്ളത്, കെമിക്കൽ ഒന്നും ഇല്ലാത്തതാണ്. അത് വെച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അത് നിങ്ങൾ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അതറിയാമല്ലോ, കട്ട് ചെയ്ത് സൈഡിൽ എടുത്തിട്ട് അത് വെള്ളം, അതിന്റെ ആ കെമിക്കൽ ഊറി പോകുന്നത് വരെ നമ്മളിങ്ങനെ കുനിച്ചു വെക്കണം. എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലതാണ്. പക്ഷെ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. നന്നായിട്ടത് ഇത് തമ്മിൽ സ്പൂൺ പോയി നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് എല്ലാം മിക്സ് ചെയ്യുക. എപ്പോഴും മസാജിന്റെ കാര്യമുള്ളൂ ഓർമ്മ. നന്നായിട്ട് ഞാൻ ഒരാൾക്ക് വേണ്ടി മതിയല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തത്. നിങ്ങൾക്ക് 1-2 പേരുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചെയ്യാം. പിന്നെ ഇതും മിക്സ് ചെയ്ത് 2-3 ദിവസമൊക്കെ, ഒരു 3-4 ദിവസത്തേക്ക് വേണ്ടി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാം. നന്നായിട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം. 2 ദിവസം വയ്ക്കാമല്ലോ, വേണമെങ്കിൽ എടുക്കാം. ഇത് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതാ നല്ലൊരു ജ്യൂസി പരുവത്തിൽ ഇങ്ങനെ വരും. ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല. പക്ഷെ നമ്മള് പുറത്തു പോയി നല്ലൊരു ഫേഷ്യൽ ഇപ്പം ഉണ്ടല്ലോ പലതരം, ആ ചെയ്യുന്നതിന്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു മാരേജിനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി.
ഇനി ഇതിനകത്തേക്ക് കുറച്ച് റൈസ് പൗഡർ ഇടണം. അരിപ്പൊടി, ഇത് നമ്മുടെ അരിപ്പൊടി തന്നെയാണ്. കുറച്ച് അരിപ്പൊടി എടുത്ത് അരിപ്പൊടി ഇടുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അരിപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിനോടൊപ്പം കുറച്ച് പാല് ചേർക്കണം. മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാല്. ഇത് പാലാണ്. ഇനി എന്ത് വേണമെന്ന് ചോദിക്കരുതേ. വേണ്ട, പാല് ഒഴിക്കുക കുറച്ച്. നന്നായിട്ടത് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം മിൽക്ക് ചേർക്കുക. മിൽക്കും പാലും അരിപ്പൊടിയും അല്ലെങ്കിൽ തൈരും അരിപ്പൊടിയും ഒക്കെ വളരെ നല്ലതാണ് സ്കിൻ ടൈറ്റ് ആകാൻ. അപ്പൊ നല്ലൊരു ക്രീമായി. ഇത് നിങ്ങളൊരു കുപ്പിയിലാക്കിയൊക്കെ അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് ക്രീം പോലെ ഉപയോഗിക്കാം. കണ്ടോ, ഇതിപ്പോ വെള്ള തന്നെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയത്തില്ല. കണ്ടോ, നല്ലൊരു ക്രീമി. എന്നിട്ട് നമുക്ക് മസാജ് ചെയ്താണ് ചെയ്യേണ്ടത്. ഇതൊക്കെ പാക്കായിട്ട് അങ്ങ് ഇട്ടിരുന്നാൽ മതി. അടച്ച് കുറച്ചു നേരം എന്താ നന്നായിട്ട് ആക്കി ചെയ്തിട്ട്, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഇതെല്ലാം നമ്മുടെ കിച്ചണിലുള്ളതാണ്. ചെയ്യുക, പാക്ക് ഇടുക. പാക്ക് തന്നെ പരിചയപ്പെടുന്നത്. ഇത് ഒരു ചെറിയ മസാജ് പോലെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന് പ്രത്യേകമായിട്ട് ഇനി മസാജിങ് ക്രീമോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് വെച്ച് തന്നെ മസാജ് ചെയ്തിട്ട് നന്നായിട്ട് അതങ്ങ് കട്ടിക്ക് ഇട്ടേക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ക്ലീൻ ആയ ഫേസ് വേണം. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഫേസ് വാഷ് വെച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഞ്ഞിവെള്ളം വെച്ച് ഉപയോഗിക്കാന്ന്, അത് വെച്ച് ചെയ്ത് ക്ലീൻ ആക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫേസിൽ മാത്രമേ എന്തും ഇടാവൂ. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രീം ആയിട്ടുണ്ട്. നല്ല ക്രീം അപ്ലൈ ചെയ്യാം. ആദ്യം ഒന്ന് ഇടുക. എന്താ നല്ല സൂപ്പർ ക്രീം. നിങ്ങൾക്ക് ഇത് വെച്ച് മസാജ് ചെയ്യുകയും ചെയ്യാം. ഡെയിലി ഇങ്ങനെ കുപ്പിയിൽ കിട്ടി. നല്ല ഗ്ലാസ് ടിൻ വേണം. പ്ലാസ്റ്റിക്കിൽ നിങ്ങൾ വെക്കരുത്. ഗ്ലാസ് ടിന്നിൽ വെച്ച് ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ കൈ കൊണ്ടൊരു മസാജിങ് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് വേണം ആ പാക്ക് അങ്ങോട്ടും. ഇത് കുറച്ചെടുത്തിട്ട്, എന്ന് വെച്ചാൽ ഇതിനകത്ത് ജെല്ലാണ്. ജെല്ലും നമ്മുടെ അലോവേര ജെല്ലും കോക്കനട്ട് ഓയിലും ആണ്. മസാജിങ് ഏറ്റവും നല്ലതാണ് അത്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ലൈറ്റ് മസാജ്. പ്രത്യേകമായിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അരിപ്പൊടിയും കൂടെ ഉണ്ട്, അത് സ്ക്രബും ആയി. അപ്പൊ ഇത് ഒരെണ്ണം ഇട്ടാൽ ഫുൾ ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് നമുക്ക് കിട്ടും. പ്രത്യേകമായിട്ട് നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്ത് പിന്നെ അത് ചെയ്ത് പിന്നെ ക്രീം ഇട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം സാധിക്കാം. നന്നായിട്ടൊരു മസാജിങ് കൊടുക്കുക. സ്കിൻ നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ നെറ്റിയിലൊക്കെ ഉള്ള വരകൾ പോകാനും റിങ്കിൾസ് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് എപ്പോഴും ഞാൻ പറയുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയാം. ചില ആൾക്കാർ എന്താ കൂടുതൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണ്ടായെന്ന്. പക്ഷെ അതൊക്കെ ആവശ്യമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. എന്റെ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം കണ്ടാലും മതി, കേട്ടാലും മതി. ഓക്കെ. ഒരുപാട് ആൾക്കാർ എന്റെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. വേണ്ട, ഇങ്ങനെ നന്നായിട്ട് ഇത് മസാജ് ചെയ്തതിന് ശേഷം ഒരിത്തിരി നേരം മസാജ് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടങ്ങ് അപ്ലൈ ചെയ്താൽ മതി അതിന്റെ പുറത്തോട്ട്. ഉണ്ടാവും. അപ്പൊ ഇത് മാറ്റിയേ ഒന്നും വേണ്ട. അത്രയും ഗുണമുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ മനസ്സിലാവും അതിന്റെ ഒരു സോഫ്റ്റ്നെസ്. ഭയങ്കര സോഫ്റ്റ് ആണ് ആ ക്രീം പാക്കിന്. അല്ല സാധാരണ നമ്മൾ അരിപ്പൊടിയും ബാക്കിയെല്ലാം കൂടെ ചെയ്യുന്ന കണക്കല്ല. എന്ന് വെച്ചാൽ കാരണം ഇതിനകത്ത് ഓയിൽ കണ്ടന്റ് ഉണ്ട്. വെളിച്ചെണ്ണ, നമ്മുടെ കോക്കനട്ട് ഓയിലുണ്ട്. പിന്നെ ജെല്ലും കൂടെ ആകുമ്പോൾ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും തൂത്ത് കളയാൻ നമുക്കില്ല, കഴുകി കളയേണ്ട കാര്യമില്ല. ഇതെല്ലാം നന്നായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് പിടിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും. ഇത് ചെയ്ത് നോക്കണം. കഴുത്തിലും കൂടെ ചെയ്യണം.
ഇനിയിപ്പോൾ കഴുത്തിലിടുന്നത് അതിൻ്റെ ഉടുപ്പെല്ലാം ആവും, അത്രയും മതി. എന്ത് ചെയ്യുമ്പോഴും കഴുത്തും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്ന് ഡ്രൈ ആവട്ടെ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള, നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കണം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. മഴ ഇത്തിരി തോന്നിയിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒരു 15 മിനിറ്റ് എന്തായാലും എടുക്കണം. പക്ഷെ ഓയിലും കൂടെ ഉണ്ടായിട്ട് ഒരുപാട് ഡ്രൈ ആവത്തില്ല. അതുകൊണ്ടാണ് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് ഇതിനകത്ത് ഓയിൽ ചേർന്ന്. ഓയിൽ സ്കിന്നുകാർക്കും നല്ലതാണ് അരിപ്പൊടി ഉണ്ടായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്കിന്നുകാർക്കും ഇത് നല്ലതാണ്. നന്നായിട്ട് മസാജ് ചെയ്യണമെങ്കിൽ ഒരു കുറച്ച് ഡ്രൈ ആവുന്നതിന് മുമ്പേ അങ്ങ് എടുക്കുന്നേ. ഒരുപാട് ഡ്രൈ ആക്കണ്ട. ഒരു 15 മിനിറ്റ് എന്തായാലും 10-15 മിനിറ്റ് വേണം. എൻ്റെ ഏകദേശം അത്രയും സമയം ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടില്ല. മഴക്കാലമൊക്കെ ഉണ്ടായിരിക്കും. നന്നായിട്ടൊരു ചെറിയ മസാജ് കൊടുത്ത് എടുക്കുക. വളരെ നല്ല എഫക്റ്റാണ്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് ഒരു ഗ്ലാസ് ടിന്നിനകത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി സൂക്ഷിക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്യാം. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്കിപ്പോൾ നാളെ ഒരു കല്യാണത്തിന് പോകണം, അയ്യോ 2 ദിവസത്തിന് മുമ്പേ പാർലറിൽ പോകണ്ടേ, അപ്പൊ നാളെ എങ്ങനെ? അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ട് പോയി നോക്കിയാൽ നല്ല ഗ്ലോ ആണ്. പിന്നെ നിങ്ങൾ മേക്കപ്പ് ചെയ്താൽ ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല 10, 2000, 3000 ഒക്കെ കൊടുത്ത് ഫേഷ്യൽ ചെയ്യുന്നതിന്റെ നല്ല ഗുണം നിങ്ങൾക്കിത് കിട്ടും. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തന്നെ കോട്ടൺ പോയി വ്യത്യാസമില്ലേ? ഞാൻ പിന്നെ മുഖം നന്നായിട്ട് കഴുകിക്കോളാം. നെറ്റിയിലൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ കഴുകിയിട്ട് മുഖം കഴുകിയിട്ട് പോകത്തുള്ളൂ. വേണ്ടേ, നല്ല ഗ്ലോ ഇല്ലേ ഫേസിന്? നിങ്ങൾ നോക്ക്, തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്ലോ. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ ഇത്തിരി സമയം കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാം. പിന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ കുറച്ച് ഡ്രൈ ആയില്ല, എന്നാലും നല്ല ചേഞ്ച് ഉണ്ട്, നല്ല സ്കിന്നിന് നല്ലതാണ്. അപ്പം ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ചുളിവുകളെയും വരകളെയും ഒക്കെ നല്ല നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പ്രാണായാമങ്ങളോ മെഡിറ്റേഷനുകളോ ഒക്കെ ചെയ്യുക. സ്കിന്നിന് വളരെ നല്ലതാണ്. മെഡിറ്റേഷൻ, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്കിന്നിന് ഗ്ലോയ്ക്ക് ഭയങ്കര നല്ലതാണ്. മെഡിറ്റേഷനും പ്രാണായാമങ്ങൾ, ധ്യാനങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ഡെയിലി അഭ്യസിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് ആകെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നിങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പാക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.